ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അമ്മ കാര്യം? കുറെ പ്രാവശ്യം വിളിച്ചല്ലോ. വെടി നമ്മുടെ ശ്യാമയ്ക്ക് വെടിയേറ്റെന്ന്. എന്താ? ആ ഉപേന്ദ്രൻ അവിടെ ചെന്ന് വഴക്കുണ്ടാക്ക്, തോക്കെടുത്ത് വെടിവെക്ക്, എന്താണ്ടൊക്കെ ചെയ്തെന്നാ പറയുന്നേ. എന്തു പറ്റി ഇങ്ങനൊന്ന് വിളിക്കാൻ തോന്നാൻ? ബോധോദയം വല്ലതുണ്ടായോ? ചത്തില്ലെന്ന് പറയാൻ വിളിച്ചതാ. അതെന്താ, നീ വല്ല ആത്മഹത്യക്കും ശ്രമിച്ചോ? നീയൊക്കെ തോക്കം കൊടുത്തെന്റെ ജീവൻ എടുക്കാൻ വന്നവൻ ഉന്നം തെറ്റിയെന്ന്. എനിക്ക് ഏശിയില്ല, പക്ഷേ ശ്യാമയുടെ തോളലിന് അവൻ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അതിനവന്റെ ആയുസ് ഞാൻ എടുക്കും. അവനെ പ്രേരിപ്പിച്ച് അവന്റെ കയ്യിൽ ആയുധം കൊടുത്തു വിട്ടാ നിനക്ക് നിന്റെ ചിറ്റപ്പണി ഞാൻ വെച്ചിട്ടുണ്ട് പണി. ശ്യാമയുടെ സർജറി നടക്കുക. അവൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉപേന്ദ്രനെ നീ നിന്റെ ചിറ്റപ്പനും അങ്ങ് മറന്നേക്ക്. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചേ. ചന്ദ്രബോസ് ഇനി അധികം നാൾ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കസേരയിൽ ഇരിക്കില്ല. കൂട്ടത്തിൽ നിന്ന് രഹസ്യങ്ങൾ അറിയാവുന്നവനെ നോവിച്ച് വിടരുത്. പറ്റുമെങ്കിൽ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം. ഇതിപ്പോ ഉപേന്ദ്രന്റെ കൈ വിറച്ചു. ആ വിറയിൽ നിന്റെയൊക്കെ ആയുസ് എടുക്കാനായിരിക്കും വിധി. ഇനിയുള്ള കളികള് നമ്മൾ തമ്മിലാ. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നിന്റെയൊക്കെ പിന്നാലെ ഞാനുണ്ടാവും. നീ പറഞ്ഞേക്കവന്മാരോട്, അവന്മാർ രണ്ടുപേരോടും. ഇയാളിതെന്താ അബദ്ധമായി കാണിച്ചത്? ഇതിപ്പം മൊത്തത്തിൽ കുഴയുമല്ലോ. എന്താടി പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? കുഴപ്പം പിടിച്ചെന്തെങ്കിലും പ്രശ്നമാണോ? കൂട്ടുകാരൻ വലിയ വിശേഷമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. അറിഞ്ഞോ വല്ലതും? അതയാള് മണ്ടത്തരം കാണിച്ചല്ലേ. ആ പെണ്ണങ്ങനെ ചത്തുപോയാൽ അയാളെ ആജീവനാന്ത ജയിലില്ല. അയാളുടെ മലേഷ്യയിലെ ബന്ധം വരെ ഇല്ലാതായി പോവും. ഇതിപ്പോ കൊടയും കുരിശുമായിരിക്കുന്നത് നമുക്കാ. ആ രോഹിത്ത് വിളിച്ച് ഗംഭീരായിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുക. ഉപേന്ദ്രന്റെ കയ്യിൽ തോക്കും കൊടുത്തു വിട്ടത് നമ്മളാണെന്ന് പറഞ്ഞ അവൻ ഈ ചൊറിയുന്നത്. ഓ പറടി എടി, ഇതിപ്പോ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എടി, നമുക്കൊപ്പം നടക്കുന്ന ഇയാള് നമ്മളോടൊന്നും ആലോചിക്കാതെ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം കാണിക്കുമെന്ന് നമ്മൾ അറിഞ്ഞു. എടി, കണ്ടു നിൽക്കുന്നവർക്കും തോന്നാം നമുക്കിത് ഈ പങ്കുണ്ടെന്ന്. ഇനിയിപ്പോ പോലീസുകാർക്ക് വരും, ഞാനും അവരെ തോട്ടപ്പുള്ളിയാവും. ശ്യാമയ്ക്ക് വെടിയേറ്റെന്നും പറഞ്ഞ് രോഹിത് ഭർത്താവ് വല്ലാതെ സങ്കടക്കണ്ണീരൊഴുക്കിയാ സംസാരിച്ചത്. പ്രിയപ്പെട്ട ഭാര്യയുടെ മേല് നോവിച്ചതിന് ചന്ദ്രബോസിനടക്കം ശരിപ്പെടുത്തി കളയുന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന. ഒന്ന് സൂക്ഷിച്ചോ. പേ പിടിച്ച ചെക്കനാ. പതിയിരുന്ന് പിച്ചാത്തി കയറ്റിയാ റോഡിൽ കിടന്ന് ചോരൊലിപ്പിച്ച് തീരേണ്ടി വരും. ചന്ദ്രബോസിനെ തീർക്കാനുള്ള കത്തിയൊന്നും രോഹിത്തിന്റെ കൈവെള്ള ഇരിക്കില്ല മോളെ. അതിനുള്ള പവറൊന്നും അവനില്ല. വിഷ്ണു ആണെങ്കിലും ഓക്കെ, ഇവൻ വെറും പഴം. പോവാൻ പറടി. അങ്ങനെ അവനെ എഴുതി തള്ളണ്ട. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. എന്തായാലും പോലീസ് അന്വേഷണം ഉണ്ടാവും. എടി, അയാൾ ഏത് മാളത്തിൽ പോയിരുന്നു വിളിച്ചാലും ഫോൺ എടുക്കരുത്. എടുത്താ കുഴപ്പമോ? ട്രേസി ഇപ്പൊ പോലീസിനെ പേടിച്ചൊളിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് എങ്ങനെ ഓടി വരുവോ? സാധ്യത തള്ളിക്കളയാനാവില്ല. വന്നാ തന്നെ ഒഴിവാക്കി വിടുന്നതായിരിക്കും ബുദ്ധി. എടി, പിടിക്കപ്പെട്ട എല്ലാരും കൂടി ജയിലിൽ പോയി കിടക്കുന്ന എന്തിനാണെന്ന് അയാളോട് തന്നെ ചോദിക്കണം. അതിന് നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ ഇയാൾ ഈ പോക്കൃത്തരം കാണിച്ചത്. പിന്നെ നമ്മളെന്തിനീ കേസിൽ ഭയക്കണം? എടി മോളെ, പോലീസ് കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നതേ രോഹിത്തുമായും ശ്യാമയുമായും ശത്രുതയുള്ളവരുടെ ലിസ്റ്റാ. എടി, അതിനവർ അടുത്തടുത്ത് നടന്ന അവരുമായി സംബന്ധിക്കുന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥ തേടും. ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്, അവരുമായി നടത്തിയിരുന്ന തർക്കങ്ങൾ, ഇയാൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണോ അതോ പ്രേരിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അങ്ങനെ പലതും അവർ ചെയ്യും. എടി, ഉപേന്ദ്രന്റെ സുഹൃത്തുക്കൾ എന്ന നിലയിലും ഈ രോഹിത്തിന്റെ ശ്യാമയുടെ ശത്രുക്കൾ എന്ന നിലയിലും നമ്മളെ ആദ്യം തന്നെ അവരെ നോട്ടപ്പുള്ളികളാവും. ഞാൻ സർവീസിലിരിക്കുന്നുണ്ട്, എന്നിൽ ചില നിയന്ത്രണങ്ങളും വരും. ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം നമ്മളെ ഒരു പൂട്ടും. ഒരു കാരണവശാലും അതിനിടം കൊടുക്കരുത്. ഉപേന്ദ്രനുമായി നമ്മളിപ്പോൾ വലിയ അടുപ്പത്തിലല്ല. അയാളെ കുറിച്ച് നമുക്കൊന്നും അറിയാനും പാടില്ല.
ഇതായിരിക്കണം നമ്മൾ രണ്ടുപേരും നിൽക്കേണ്ട സ്റ്റാൻഡ്. മനസ്സിലായോ? ഉം. മീറ്റിംഗ് കഴിഞ്ഞോ മാഡം? ഉവ്, അന്ന് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ മാർഗരേഖകളൊന്നും ഇത്തവണയും കണ്ടില്ല. പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുണ്ട്. ഇത്തവണ അവര് പണിയെടുത്തിട്ടുണ്ടെന്ന് സാരം. അതിനിടയിൽ അമ്മ പലവട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അനു കൂടി ഇല്ലാത്തതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. മോളെ, എന്താ അമ്മേ കാര്യം? കുറെ പ്രാവശ്യം വിളിച്ചല്ലോ. എടി, നമ്മുടെ ശ്യാമയ്ക്ക് വെടിയേറ്റെന്ന്. എന്താ? ആ ഉപേന്ദ്രൻ അവിടെ ചെന്ന് വഴക്കുണ്ടാക്ക്, തോക്കെടുത്ത് വെടിവെക്കുക എന്താണ്ടൊക്കെ ചെയ്തെന്നാ പറയുന്നേ. അവക്ക് എന്താ പറ്റിയെന്നോ എത്രത്തോളം മുറിവുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. നീ വേഗം ഇങ്ങോട്ട് വന്നേ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ടെൻഷൻ അടിച്ച് ചത്തുപോകും. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാമേ. വേഗം വാ. ഞാനേ ആ രോഹിത്തിനെ കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അനു, വണ്ടി എടുക്കാൻ പറ. ഈശ്വര, വിഷ്ണു സാർ തിരിച്ചെത്തിയിട്ടില്ലല്ലോ. മാഡം പോവാനായിട്ട് ഇറങ്ങുകയും ചെയ്തു. എന്താ ഇപ്പൊ ചെയ്യാ? ഈ വിഷ്ണുവേട്ടൻ ഇതെവിടെ പോയിരിക്കുന്നു? അനു, അനു, ഡ്രൈവർ എവിടെ? മാഡം, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയാ അപ്പൊ ഡ്രൈവർ മുന്നിൽ ഉണ്ടാവണമെന്ന്. അത് മാഡം പെട്രോൾ അടിക്കാനെങ്ങാനും. കന്നാസിലാണോ പെട്രോൾ വാങ്ങിക്കാൻ പോയേ? വിളിച്ചു വരുത്തേ. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. മാഡം, മാഡം, അല്ല ഇതെന്താ? കളക്ടറുടെ ഡ്രൈവർ ആയിട്ടാണ് ശമ്പളം വാങ്ങിക്കുന്നതെങ്കിൽ കളക്ടറുടെ ഡ്രൈവറായിട്ട് തന്നെ ജോലി ചെയ്യണം. അതിനാദ്യം വേണ്ടത് ഉത്തരവാദിത്ത ബോധമാണ്, ജോലിയോടുള്ള ആത്മാർത്ഥതയാ, വാങ്ങിക്കുന്ന ശമ്പളത്തോടുള്ള കൂറ്. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഈ പണി പറ്റില്ല. അല്ല ഞാനൊന്ന് പറഞ്ഞു. ഹേയ്, എനിക്കൊന്നും കേക്കണ്ട. വിഷ്ണുവേട്ടൻ ഇവിടെ ജോലിക്ക് വന്നത് എന്നെ അപമാനിക്കാൻ വേണ്ടിയാ, എന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടി. വണ്ടി എടുക്ക.